ഹലോ, ഹായ്. നിങ്ങൾ ഈ ചെടി കണ്ടിട്ടുണ്ടോ? ഇത് മല്ലിയിലയുടെ ആഫ്രിക്കൻ മല്ലി എന്ന് പറയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചെടിയെ? ഇത് മല്ലിയിലയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഏറെ ഔഷധ ഗുണമുള്ളൊരു ചെടിയായത്. ഇതിൽ ഓരോ മുട എല്ലാവരും നട്ടുപിടിപ്പിക്കണേ. അപ്പോൾ പിന്നെ നമുക്ക് മല്ലിയില പുറത്തൊന്നും വാങ്ങിക്കുക വേണ്ട. ഇതിപ്പോൾ ആമസോണിലൊക്കെ കിട്ടുമെന്നിങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വിഷമടിക്കാത്ത മല്ലിയില കൂട്ടുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ ആഫ്രിക്കൻ മല്ലിയുടെ പൂവെന്ന് പറഞ്ഞാൽ ചെറിയ പൂവ് ഇതിലുണ്ട്. ഇതതിൻ്റെ പൂ പൊഴിഞ്ഞു പോയി കഴിഞ്ഞുള്ള വിത്താണ്. ഈ തണ്ടൊടിഞ്ഞ് നിലത്ത് കുത്തി കഴിയുമ്പോൾ ഈ കാണുന്നതെല്ലാം ഓരോ തൈയായിട്ട് വരും. ഇതേ നിൽക്കുന്ന ഇത് ഓരോ തൈയാണ്. ഇതെല്ലാം ഇത് കണ്ടത്. ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ടെന്നാണ് ഡോക്ടർമാരൊക്കെ പറയപ്പെടുന്നത്. പല്ലുവേദന, അതുപോലെ നീർവീക്കം, വായുനാറ്റം പോലുള്ള രോഗങ്ങൾക്ക് നല്ലതാണ്. അതുപോലെ യൂറിക് ആസിഡ് ഉള്ളവർക്കിത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയൊക്കെ ചെയ്താൽ യൂറിക് ആസിഡ് നോർമലാകുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ചെറിയൊരു തൈ കൊണ്ടുവച്ചാൽ പറമ്പ് മുഴുവനാകും. നമുക്കിഷ്ടം പോലെ മല്ലിയില കാശ് കൊടുത്ത് വാങ്ങിക്കാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇത് വെള്ളമോ വളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഞാനിവിടെ മല്ലിയില ഉപയോഗിക്കേണ്ട എല്ലാ കറികൾക്കും ഈ ഇലയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കണേ. ഇതിനകത്ത് ഇരുമ്പ്, കാൽസ്യം, കരോട്ടിൻ പോലുള്ള വിറ്റാമിനുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിലില്ലാത്തവർ ഇതിലൊരു മുടയിൽ എവിടെയെങ്കിലും വാങ്ങിച്ച് വയ്ക്കണേ. നല്ലതാണ്. വിഷമടിക്കാത്ത മല്ലിയില നമുക്ക് കൂട്ടാൻ പറ്റും.